വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യമായി പ്രതികരിച്ച ഭാര്യ ലക്ഷ്മി താനൊരു സാധാരണക്കാരിയാണെന്നും ഒരാൾക്ക് ഭീഷണിപ്പെടുത്തിയോ സമ്മർദ്ദം ചെലുത്തിയോ ഒന്നും പറയിപ്പിക്കാനാകില്ലെന്നും അവർ പറഞ്ഞു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തൽ. തനിക്കൊന്നും നോക്കാനില്ലെന്നും ഭർത്താവിന്റെയും കുഞ്ഞിന്റെയും മുഖം മാത്രം ആലോചിച്ചാൽ മതിയെന്നും അവർ വ്യക്തമാക്കി. 2 കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഒന്ന്, സിബിഐയുടെ 2ാം ഘട്ട മൊഴിയെടുക്കലൊക്കെ കഴിഞ്ഞു. അതിന്റെ ഫൈനൽ സംഭവങ്ങൾ അറിയില്ല. പിന്നെ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ലീഗൽ റെക്കോർഡിലുള്ളതാണ്. പക്ഷെ ബാലുവിനെ സ്നേഹിക്കുന്നവർക്ക് ഞാനത് പറഞ്ഞു കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവരുടെ മുന്നിലല്ലല്ലോ ഞാനത് പറഞ്ഞത്. ഇപ്പോൾ എനിക്ക് തോന്നി ഞാൻ കണ്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ പറയണമെന്ന്. ഞാൻ പറയുന്നത് എല്ലാവരും വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ ഇനിയും ഉണ്ടാക്കും. പക്ഷെ ഞാൻ പറയുന്നത് വിശ്വസിക്കുന്ന കുറച്ചു പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് പറയുന്നത് എന്നും ലക്ഷ്മി പറഞ്ഞു. ചാനൽ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം പുറത്തു വന്നിട്ടില്ല. പള്ളിപ്പുറത്ത് ദേശീയപാതയോരത്തെ തണൽമരത്തിലേക്ക് 2018 സെപ്റ്റംബർ 25 പുലർച്ചെ കാറിടിച്ചു കയറിയാണ് ബാലഭാസ്കറും മകളും മരിച്ചത്. 6 വർഷമായിട്ടും ബാലുവിന്റെ മരണത്തിനു പിന്നിലെ നിഗൂഢത ഇന്നും അവശേഷിക്കുകയാണ്. ബാലഭാസ്കറിന്റേത് കൊലപാതകമാണെന്ന ആരോപണം ഉയർന്നിരുന്നു. സ്വാഭാവിക കാർ അപകടമെന്ന് പോലീസും ക്രൈംബ്രാഞ്ചും സിബിഐയും എഴുതിത്തള്ളിയെങ്കിലും പിതാവ് KC ഉണ്ണി ഹൈക്കോടതിയെ സമീപിച്ച മരണത്തിന് സ്വർണ്ണക്കടത്തുമായോ അതിന്റെ ഭാഗമായുള്ള ഗൂഢാലോചനയുമായോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വിശദമായി അന്വേഷിക്കാൻ ഉത്തരവ് നേടി. തുടക്കത്തിൽ സാധാരണ കാർ അപകടമെന്നായിരുന്നു കരുതിയത്. ബാലഭാസ്കറുടെ വാഹനം അപകടത്തിൽപ്പെട്ടപ്പോൾ കാർ ഓടിച്ചിരുന്ന അർജുൻ K. നാരായണനെ പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ചാ കേസിൽ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തത്. ഇതിനു പിന്നാലെ ബാലഭാസ്കറിന്റെ മരണത്തിൽ സ്വർണ്ണക്കടത്ത് റാക്കറ്റിന് ബന്ധമുണ്ടെന്ന ആക്ഷേപം ചർച്ചയായി. പ്രിയ വേണുഗോപാലാണ് ഈ വിവരം പുറത്തുവിട്ടത്. ബാലഭാസ്കറിന്റെ അച്ഛൻ KC ഉണ്ണി ഈ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ ബാലഭാസ്കറിന്റെ മരണത്തിൽ സ്വർണ്ണക്കടത്ത് സംഘത്തിനോ മറ്റാർക്കെങ്കിലോ ബന്ധമുള്ളതായി കണ്ടെത്താനായില്ലെന്നാണ് CBI കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. ശാസ്ത്രീയ തെളിവുകൾ തള്ളിയിട്ടും പരസ്പര വിരുദ്ധമായ മൊഴികൾ തുടർച്ചയായി പറഞ്ഞ അർജുന്റെ ഉദ്ദേശ്യം അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിഗണിക്കേണ്ടതായിരുന്നുവെന്ന് ബാലഭാസ്കറിന്റെ കുടുംബം പറയുന്നു. ബാലുവിന്റെ മരണത്തിൽ ഹൈക്കോടതി 20 സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതുമായാണ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഈ സംശയങ്ങൾ CBI അന്വേഷിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഇനിയും പുറത്തു വന്നിട്ടില്ല. ഈ സംശയങ്ങളിൽ വ്യക്തമായ തെളിവൊന്നും CBIക്ക് കിട്ടിയില്ല എന്നാണ് ലഭിക്കുന്ന സൂചന. ബാലഭാസ്കറിന്റേത് കൊലപാതകമാണെന്ന് ആവർത്തിച്ച് പിതാവ് ഉണ്ണി കഴിഞ്ഞ ദിവസവും രംഗത്ത് വന്നിരുന്നു. മകന്റെ മരണത്തിൽ തൃപ്തികരമായ അന്വേഷണം നടന്നിട്ടില്ലെന്നും പിതാവ് പറയുന്നു. പെരിന്തൽമണ്ണിൽ വ്യാപാരി ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ കഴിഞ്ഞ ദിവസം പിടിയിലായവരിൽ ബാലഭാസ്കറിന്റെ ഡ്രൈവറും ഉൾപ്പെട്ടിരുന്നു. സ്വർണ്ണ കവർച്ച കേസിൽ മറ്റു പ്രതികൾക്കൊപ്പം ചെറുപ്പുളശ്ശേരി മുതൽ വാഹനമോടിച്ചത് തൃശൂർ സ്വദേശിയായ അർജുനായിരുന്നു. ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ മുൻപും പല കേസുകളിലും പ്രതിയായിരുന്നു. അപകടത്തിന് ശേഷമാണ് ഈ കേസുകളെക്കുറിച്ച് അറിയുന്നത്. അർജുന്റെ അറസ്റ്റോടെ കൊലപാതകമെന്ന സംശയം ബലപ്പെടുകയാണെന്നും ഉണ്ണി പറഞ്ഞു. CBIയും സ്വാധീനങ്ങൾക്ക് വഴങ്ങിയാണ് അന്വേഷണം അവസാനിപ്പിച്ചത് എന്നും അദ്ദേഹം ആരോപിച്ചു. അർജുന് പിന്നിൽ വലിയൊരു മാഫിയുണ്ടെന്നാണ് ഉണ്ണിയുടെ സംശയം. പെരിന്തൽമണ്ണയിലെ അറസ്റ്റ് അതിന് കൂടുതൽ ബലവും നൽകുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.